നവ്യ നായർക്കെതിരെ ചില ആരോപണങ്ങളുമായി നവ്യയുടെ സ്കൂൾ കാല ഗുരുവും സ്റ്റേജ് ആർട്ടിസ്റ്റുമായിട്ടുള്ള അലപ്പി സുദർശനാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അറിയാതെ സ്കൂൾ കലോത്സവ വേദികളിലൂടെയാണ് നവ്യയുടെ കലാജീവിതം ആരംഭിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൊക്കെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ആളാണ് നവ്യ. അതിനുശേഷമാണ് നവ്യ സിനിമകളിലൊക്കെ എത്തുന്നത്. +2 പഠിക്കുന്ന സമയത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നവ്യക്ക് മോണോ ആക്ടിൽ 1ാം സ്ഥാനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് നവ്യയെ മോണോ ആക്ട് പഠിപ്പിച്ച ഗുരുവാണ് ഈ പറയുന്ന അലപ്പി സുദർശൻ. നവ്യ ചെറിയ കുട്ടിയായിരുന്ന സമയം തൊട്ടേ നവ്യയുടെ ഗുരുവാണ് ഇദ്ദേഹം. കൃത്യമായി പറഞ്ഞാൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തൊട്ടേ നവ്യ ഇദ്ദേഹത്തിന് കീഴിൽ മോണോ ആക്ട് പരിശീലിക്കുന്നുണ്ട്. നവ്യയുടെ ഡാൻസ് ടീച്ചറാണ് നവ്യ ഇദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. നല്ല കഴിവുള്ള കുട്ടിയാണ്, പക്ഷെ ഇവർക്ക് വലിയ ഫീസ് തരാനൊന്നും കഴിവില്ല. എന്നാൽ നിങ്ങളൊന്ന് നോക്കിയെന്ന് പറഞ്ഞുകൊണ്ടാണ് നവ്യയെ അലപ്പി സുദർശൻ അടുത്തേക്ക് ഡാൻസ് ടീച്ചർ അയക്കുന്നത്. അതിനെക്കുറിച്ച് അലപ്പി സുദർശൻ തന്നെ പറയുന്നുണ്ട്. നമുക്കൊന്ന് കണ്ടോക്കാം. നവ്യ നേരെ എങ്ങനെയാണ് മോണോ ആക്ട് പഠിപ്പിച്ചത്? നവ്യ 5ാം ക്ലാസ് തൊട്ട്, അതായത് അവരിങ്ങനെ ആ കുട്ടിയെ, അതെന്റെ മുഖ്യ കാരണം എന്നൊക്കെയാണ് നാളെ കുട്ടിയെന്ന് പറഞ്ഞ ഡാൻസർ ഉണ്ട്. അപ്പം നവ്യ എന്നല്ല ധന്യ എന്നായിരുന്നു അവളുടെ പേര്. അവളവിടെ പഠിച്ചിരുന്നപ്പം അപ്പൊ ഈ കുട്ടിയിൽ നല്ലൊരു കഴിവ് സാറ് കണ്ടെത്തി. അപ്പൊ സാറിനെ വിളിച്ച് പറഞ്ഞ് ഒരു കുട്ടിയെ ഒന്ന് പഠിപ്പിക്കണം മോണാക്ട്. വലിയ ഫീസൊന്നും ഉള്ളതില്ല, എന്തെങ്കിലും തരും, പിന്നെ അവള് രക്ഷപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ ആരാണ്? അത് ഇന്നാരിപ്പാടുള്ളൊരു കുട്ടിയാണ്, നമ്മളൊന്ന് കാണട്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടികളൊന്ന് കണ്ടപ്പോ കൊച്ചുകുട്ടിയല്ലേ, 5ാം ക്ലാസ് പഠിക്കുക, നമ്മള് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം ചാടിക്കയറി ഞാൻ പെട്ടെന്ന് കുട്ടികളെ അങ്ങ് പഠിപ്പിക്കത്തില്ല. കുട്ടികളെ ട്രെൻഡ് മനസ്സിലാക്കി അതിന് ടാലന്റ് ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞിട്ടേ പഠിപ്പിക്കത്തുള്ളൂ. അല്ലെ നമ്മൾ ചുമ്മാ പൈസയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ ഒരു സാധനം ഇട്ട് കൊടുത്തപ്പോൾ ചെയ്തു. അങ്ങനെ അടുത്ത ദിവസം ക്ലാസ് തുടങ്ങി. ഓക്കെ, അങ്ങനെയാണ് നവ്യ ഇദ്ദേഹത്തിന് ശിഷ്യയായി മാറിയത്. അന്ന് വെറും 5ാം ക്ലാസ്സിലാണ് നവ്യ പഠിക്കുന്നതെന്ന് ഓർക്കണം കേട്ടോ. അങ്ങനെ ആ വർഷത്തെ കലോത്സവത്തിൽ നവ്യ ജില്ലയിൽ വരെ എത്തി നിൽക്കുകയാണ്. ജില്ലയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി അലപ്പി സുദർശൻ നവ്യക്ക് കൊടുക്കുന്നത് കുന്തിയും കർണനും എന്ന മോണോ ആക്ട് ആണ്. അതായത് കുന്തി ദേവിയും മകൻ കർണനും കണ്ടുമുട്ടുന്ന വികാരഭരിതമായിട്ടുള്ള രംഗങ്ങൾ അടങ്ങിയ ഒരു സ്ക്രിപ്റ്റ്. നവ്യ അത് അടിപൊളിയായിട്ട് പഠിച്ചു, സ്റ്റേജിൽ നന്നായി പെർഫോം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ പ്രാവശ്യം ജില്ലാ തലത്തിൽ മോണോ ആക്ടിന് നവ്യക്ക് 1ാം സ്ഥാനം കിട്ടി. നവ്യയുടെ അച്ഛന് ഭയങ്കര സന്തോഷമായി. 1ാം സ്ഥാനം പ്രഖ്യാപിക്കുന്ന സമയത്ത് ഗുരുവായിട്ട് അലപ്പി സുദർശൻ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നവ്യയുടെ അച്ഛൻ എന്താക്കി, ഓടി പിടിച്ചു പോയി ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് നവ്യയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുപ്പിച്ചു. അതിനെക്കുറിച്ച് അലപ്പി സുദർശൻ തന്നെ പറയുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം. അപ്പൊ ഞാനവിടെ പോയി, പക്ഷെ അപ്പൊ ഇവരെ ടോസ് ഇട്ടു. അത് നവ്യക്ക് ഫസ്റ്റ്. അപ്പൊ ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് അനൗൺസ്മെന്റ് കേട്ട് ഈ ഗവൺമെന്റ് ചെസ്റ്റ് നമ്പർ ഇന്ന കാണുന്നത്. അപ്പം നവ്യാണെന്ന് മനസ്സിലായി. വേഗം തന്നെ നവ്യയുടെ അച്ഛൻ ബൈക്ക് കൊണ്ട് എന്നെ തിരക്കി ബസ് സ്റ്റാൻഡിൽ വന്നു. എന്നെ പിടിച്ച് സാറേ കൊണ്ട് വേണം പത്രക്കാർ. അങ്ങനെ ചെന്ന് പത്രത്തിൽ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫോട്ടോ എപ്പോഴും ഉണ്ട്, അവിടെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നവ്യക്കായിരുന്നു ഈ കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. അതായത് നവ്യ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായി മോണോ ആക്ടിന് 1ാം സമ്മാനം കിട്ടിയപ്പോൾ ഗുരുവായിട്ടുള്ള ഇദ്ദേഹത്തെ തപ്പി പിടിച്ച് ബസ് സ്റ്റാൻഡിൽ നിന്നും കൊണ്ടുവന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് ഇദ്ദേഹത്തിന് ഇന്റർവ്യൂ കൊടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ മത്സരിച്ചു. എന്നാൽ പിന്നീട് ഇതേ അച്ഛൻ തന്നെ നവ്യ നായർ വലിയ സിനിമാ നടി ആയപ്പോൾ തന്നെ പൂർണ്ണമായി അവഗണിച്ചതിന്റെ കഥയും അലപ്പി സുദർശൻ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം പ്രത്യേകം നോട്ട് ചെയ്യാൻ പറഞ്ഞത്. എന്തായാലും അങ്ങനെ കാര്യങ്ങൾ കഴിഞ്ഞു പോയി. ദിലീപിന് ഇഷ്ടമെന്ന സിനിമയിലൂടെ നവ്യ അരങ്ങേറി. അതിനുശേഷം മായ്ത്തുള്ളിക്കിൽക്കും കുഞ്ഞിക്കൂനും പോലുള്ള സിനിമകളിലൊക്കെ തകർത്ത് അഭിനയിച്ച് നവ്യ ഇങ്ങനെ പേരെടുത്ത് നിൽക്കുന്ന സമയമാണ്. അതിനിടയ്ക്ക് നന്ദനം എന്ന സിനിമയിലേക്ക് നവ്യക്ക് വിളി വന്നു. നന്ദനത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് നവ്യ +2 എങ്ങാനും പഠിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത്. അന്ന് ഗുരുവായിട്ടുള്ള അലപ്പി സുദർശൻ നവ്യയെ മോണോ ആക്ട് പഠിപ്പിക്കുന്നത് നന്ദനത്തിന്റെ സെറ്റിൽ വെച്ചാണ്. അങ്ങനെ കലോത്സവം കഴിഞ്ഞ് നവ്യക്ക് സ്റ്റേജിൽ 1ാം സ്ഥാനം കിട്ടി. ഒരു ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ശിഷ്യ ഏറ്റവും ടോപ്പിലെത്തി. ഇതിനും വലിയ സന്തോഷം വേറെ ഇല്ലല്ലോ. അങ്ങനെ അലപ്പി സുദർശൻ എന്താക്കി, നവ്യയുടെ അച്ഛനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. സ്റ്റേറ്റിൽ 1ാം സ്ഥാനം കിട്ടിയതല്ല, അതുകൊണ്ട് ഗുരു ദക്ഷിണായിട്ട് എനിക്കൊരു കൂട്ട് ഡ്രസ്സ് വാങ്ങിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ തന്റെ കയ്യിൽ പണമില്ല എന്നും പറഞ്ഞുകൊണ്ട് നവ്യയുടെ അച്ഛൻ തന്നെ ഒഴിവാക്കിയെന്നാണ് അലപ്പി സുദർശൻ പറയുന്നത്. നമ്മൾ എന്തായാലും അദ്ദേഹത്തിന് വാക്കുകളൊന്ന് കേട്ടോക്കാം. പോയി. മാത്രല്ല അന്ന് പഠിപ്പിക്കുന്ന കാലത്ത് ചെല്ലുമ്പോൾ നവ്യന്റെ മടിയില്. അപ്പൊ ഇന്നാളും ചെറിയ പറഞ്ഞു. അപ്പൊ നവ്യ ഞാൻ പറഞ്ഞു അന്ന് പഠിപ്പിക്കുമ്പോൾ നവ്യ എന്റെ മടിയിലാ കയറി. അപ്പൊ നവ്യ പറഞ്ഞു ഇപ്പൊ സാർ എന്റെ മടിയിലിരുന്നോളാം. നവ്യ വലിയ സിനിമ സ്റ്റാർ ആവുമെന്ന് അറിയായിരുന്നോ? വലിയ സിനിമ നടിയൊക്കെ ആവുമായിരുന്നു അന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? അല്ല, സിനിമയിൽ ഇഷ്ടത്തിന്റെ ഷൂട്ടിങ്ങിന് പോകുന്ന ഇന്റർവ്യൂ കഴിഞ്ഞ എന്റെ അടുത്ത് വന്നു. ഇഷ്ടത്തിന്റെ നവ്യ വന്നു, അനുഗ്രഹം വാങ്ങിച്ചു വന്നു, അനുഗ്രഹം മേടിച്ചു. സന്തോഷത്തോടുകൂടി തന്നെ പോയി. അങ്ങനെ നന്ദനത്തിന്റെ ലൊക്കേഷൻ, അതായത് വടക്കം പറവൂർ
ചാത്താങ്ങര ഏതാണ് അവിടെ പോയി ലൊക്കേഷനാണ് ഞാൻ പോയി നവ്യയ്ക്ക് ആ ഐറ്റം പഠിപ്പിച്ച അടുത്തത് +2 വേണ്ടി. അതിനായിരുന്നു സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടിയത്. എനിക്കൊരു വിഷമമുണ്ട്. അതെന്തുവാ? അന്ന് നവ്യയ്ക്ക് ഫസ്റ്റ് സ്റ്റേറ്റിലാണെന്ന് പറഞ്ഞോളാം, മനസ്സിലായി. ജില്ലയില. അപ്പൊ സ്റ്റേറ്റിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കേരളത്തിലുള്ള സ്റ്റേറ്റിലെ എല്ലാ കുട്ടികളും ഒന്നിച്ചു വരുന്നതല്ലേ. അപ്പൊ അവിടെ നിന്നാണ് ഒരു ഫസ്റ്റ് വരുന്നത് കിട്ടേണ്ടത്. 10 സെലക്ട് ചെയ്തായിട്ടായിരിക്കും പഠിപ്പിക്കുന്നതും അഭിനയത്തിനും എല്ലാത്തിനുമാണ്. പക്ഷെ അന്ന് ഫസ്റ്റ് കിട്ടണേ ഞാൻ നവ്യയുടെ അച്ഛനോട് പറഞ്ഞു, സാറേ നവ്യയ്ക്ക് സ്റ്റേറ്റിലാണ് ഫസ്റ്റ്, എനിക്കൊരു ജോഡി ഡ്രസ്സ് എടുത്ത് തരണം. അച്ഛൻ പറഞ്ഞ ഒരു ജോഡി ഡ്രസ്സിന് എനിക്ക് എന്താ കാര്യം, വഴികളെ കിട്ടിയാലും 100 രൂപയ്ക്ക് കിട്ടും. പക്ഷെ എന്നോട് പറഞ്ഞ വാക്ക് എനിക്ക് വല്ലാതെ എപ്പോഴും വേദന. സാറേ പൈസ ഒന്നുമില്ല. അയ്യോ. ഓക്കെ, ഇദ്ദേഹം പറയുന്നത് സത്യമാണെങ്കിൽ ഒരു ഗുരു എന്ന നിലയ്ക്ക് നല്ല സങ്കടമുള്ള കാര്യം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. നവ്യ ഓൾറെഡി 2-3 സിനിമകളിലൊക്കെ അഭിനയിച്ച് നിൽക്കുന്ന സമയമാണ്. എന്നിട്ടും ഗുരുവിന് ഒരു ഷർട്ടും മുണ്ട് വാങ്ങിച്ചു കൊടുക്കാൻ പണമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് കുറച്ച് കൂടിപ്പോയി. ഗുരു ദക്ഷിണയും മോണാക്ട് പഠിപ്പിച്ചതിന് ഫീസും എല്ലാം ചിലപ്പോൾ വേറെ കൊടുത്തിട്ടുണ്ടാകും. അതൊക്കെ ഓക്കെ. എന്നാലും സ്റ്റേറ്റ് ലെവൽ 1ാം സ്ഥാനം കിട്ടിയതിന്റെ സന്തോഷത്തിൽ ഗുരു എന്തെങ്കിലും ചോദിക്കുമ്പോൾ അത് അത്ര എക്സ്പെൻസീവ് അല്ലാത്തൊരു സാധനമാണെങ്കിൽ സാധിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ആക്ച്വലി നവ്യക്ക് ഇതിൽ വലിയ പങ്കൊന്നും ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ പ്രായമാണ്. നവ്യയുടെ അച്ഛനാണല്ലോ എല്ലാം നിയന്ത്രിക്കുന്നത്. സോ നവ്യയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇങ്ങനെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാത്തത് മാത്രമല്ല, ആ സമയത്ത് അതിനേക്കാളും മോശം അനുഭവങ്ങൾ നവ്യയിൽ നിന്നും നവ്യയുടെ അച്ഛനിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് അലപ്പി സുദർശൻ തുടർന്ന് പറയുന്നുണ്ട്. നമുക്ക് തരാമെന്ന് കേട്ടോക്കാം. ലൊക്കേഷൻ നവ്യ മനസ്സിലായി. ലൊക്കേഷൻ ചെന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ ആ പഠിപ്പിക്കാതെ എനിക്ക് ഒരുപാട് തിട്ടാനുഭവങ്ങൾ, ഒരുപാട് വേദന ഉണ്ട്. കാര്യം വെച്ചാലേ നമ്മളാ വടക്കമ്പറ ഒരു ലോഡ്ജിന്റെ പേര് CC ഏതാണ്ട് വലിയൊരു ലോഡ്ജുണ്ട്, സിനിമക്കാർ കംപ്ലീറ്റ്. അപ്പൊ എന്നോട് പറഞ്ഞ് ഇവിടെ പറഞ്ഞ സാറ് കാര്യം ചെയ്യും, വടക്കമ്പുറ വരുവാ, അവിടെ ഉണ്ടോ ഇന്ന ലോഡ്ജാണ് അവിടെ വരാൻ പറഞ്ഞു. ഞാൻ കൃത്യമായിട്ട് പോയി പിറ്റേന്ന് അടുത്ത ദിവസം തന്നെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു 4-5 മണിയായപ്പോൾ ഈ ലോഡ്ജിൽ ചെന്നു. ആരുമില്ല, എല്ലാവരും ലൊക്കേഷൻ പോയിരിക്കുക. അപ്പം ഞാൻ റിസപ്ഷനിൽ തന്നെ വെയിറ്റിംഗ്. നമ്മളെ റൂമല്ല ഇല്ല, ഒന്നുമില്ല, ഇവിടെ ആർക്കും റൂമൊന്നും ഇല്ല, എല്ലാ സിനിമക്കാർ ബ്ലോക്ക് ചെയ്തിരിക്കണം. ഞാൻ പറഞ്ഞല്ലേ എനിക്ക് വ്യക്തിപരമായിട്ട് വരണം, ഇല്ല അങ്ങനെ ഒന്നുമില്ല, എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കണം. നവ്യനായാലും ഇങ്ങനെ ലൊക്കേഷൻ പോയിരിക്കുകയാണ്. ഞാൻ 5 മണി തൊട്ട് ഒരു ഇരിപ്പ് ഇരുന്നിട്ട് അങ്ങനെ ലൊക്കേഷൻ വരിക. അപ്പം ഞാൻ അറിയിച്ചു ഇന്നപോലെ ഞാനിങ്ങനെ റൂമ് സാറിന് കൊടുക്കുന്നോ അല്ല വെയിറ്റ് ചെയ്യുന്നോ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ വരുമ്പോഴൊക്കെ ഞാൻ ചോദിക്കും നവ്യ വന്നോ ഇല്ല. ഒരു 7-7 ആയപ്പോൾ ഞാൻ നവ്യനായിരുന്നു. അവർ നേരത്തെ വന്നല്ല. സാർ പറഞ്ഞു എനിക്കൊന്ന് കാരണമാണ് അത് വിളിക്കട്ടെന്ന് പറഞ്ഞു. അപ്പോൾ റൂമിലേക്ക് വിളിച്ചു. നവ്യയുടെ അച്ഛൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നോട് അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ടില്ല. അപ്പം ഞാൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ഒരു 8-8:30 മണിയായി. അപ്പം ഞാൻ വിളിച്ചു, വീണ്ടും വിളിച്ചു, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ്. അപ്പം എന്നെ റൂം തരാൻ പറഞ്ഞിട്ടുണ്ടെന്നു. അപ്പോഴാണ് എനിക്ക് റൂം കിട്ടുന്നത്. അപ്പോൾ എന്നെ സാറ് പിന്നെ നവ്യയുടെ അച്ഛൻ വിളിച്ച്, സാറെ വെയിറ്റ് ചെയ്യും, അവളിപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക, വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10-11 മണിയായപ്പോൾ എന്നെ വിളിച്ച് ചെന്നപ്പം ഞാൻ റൂമിൽ കാണുന്നത് ടിഫിൻ കാരൊക്കെ ഫുഡെല്ലാം അവര് കഴിച്ചില്ല. സാർ എപ്പോ വന്നു, സാർ വല്ലതും ഒന്നും ചോദിച്ചില്ല. ഞാനൊന്നും കഴിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഓക്കെ, അപ്പൊ നവ്യ ഒരു സിനിമാ നടി ആയപ്പോൾ തന്നെ പൂർണ്ണമായി അവഗണിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സത്യത്തിൽ ഇദ്ദേഹത്തിന് അത് നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാകണം. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ ആദ്യമായി കാണുന്നു, ആ കുട്ടിയിൽ കഴിവുണ്ടെന്ന് മനസ്സിലാക്കുന്നു, അതിനുശേഷം ആ കുട്ടിയെ പഠിപ്പിച്ചു ഡിസ്ട്രിക്ട് ലെവലിൽ എത്തിക്കുന്നു, അവിടെ ഫസ്റ്റ് ആക്കുന്നു, പിന്നീട് അതേ കുട്ടി തന്നെ വളർന്ന് സിനിമയിൽ എത്തുന്നു. അതും ചുമ്മാ സിനിമയിൽ എത്തിയതല്ല, സിനിമയിൽ നല്ല നിലയിൽ തന്നെ എത്തുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു ഗുരുവിൽ ഉണ്ടാകുന്ന പ്രതീക്ഷ എന്തായിരിക്കും? എന്റെ കുട്ടി എത്ര വലിയ നിലയിലെത്തിയാലും എന്നെ മറക്കില്ലല്ലോ എന്നായിരിക്കും, അല്ലെ? അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ അതിന് നേരെ വിപരീതമായിട്ടുള്ള
ഇതുമായിട്ടുള്ള കാര്യങ്ങൾ നടന്നപ്പോൾ അതാണ് ഇദ്ദേഹത്തെ കൂടുതൽ വേദനിപ്പിച്ചതെന്ന് തോന്നുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നും എനിക്ക് തോന്നിയത് പണം കിട്ടിയില്ലല്ലോ എന്ന വിഷമത്തേക്കാൾ ഇദ്ദേഹത്തെ കൂടുതൽ അവഗണിച്ചു എന്ന വിഷമമാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. ഒരു ഗുരുവും ശിഷ്യയും തമ്മിലുള്ള ബന്ധത്തിന് പണം മാത്രമല്ലോ അടിസ്ഥാനം. ഒരു സമയത്ത് തന്റെ മടിയിൽ കയറിയിരുന്ന കുട്ടിയാണ്. ആ കുട്ടി വലിയ സിനിമാ നടിയാകുമ്പോൾ തന്നെ ഒരു ദിവസം വിളിക്കും, കാണും, ഏതെങ്കിലുമൊക്കെ നിലയിൽ തന്നെ ചേർത്ത് നിർത്തും എന്നൊക്കെ ഇദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടാകും. അത് സംഭവിച്ചില്ല. മറിച്ച് താൻ ഈ കുട്ടിയുടെ ജീവിതത്തിൽ തന്നെ ഇല്ലാത്ത ഒരാളായി മാറി എന്നുള്ളൊരു തോന്നലായിരിക്കും ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഓർക്കണം. ഇത് മുഴുവനും ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള കഥകൾ മാത്രമാണ്. നവ്യയുടെ ഭാഗം നമ്മൾ കേട്ടിട്ടില്ല. നവ്യ എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയത്, നവ്യയുടെ അച്ഛൻ എന്താണ് പറഞ്ഞത്, അന്നത്തെ അവരുടെ സാഹചര്യം എന്താണ് എന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞതെല്ലാം 100% ശരിയാണെന്നും പറഞ്ഞ് നവ്യയെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ ഇന്റർവ്യൂ കേൾക്കുമ്പോൾ വ്യക്തമാണ്. അതുകൊണ്ടാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ഇത്ര കൃത്യമായി ഓർത്തു പറയുന്നത്. ഇനി ഇതിന്റെ ഇടയിൽ കൂടി മറ്റൊരു സംഭവം കൂടി ഇദ്ദേഹം പറയുന്നുണ്ട്. അതും കൂടി കേട്ടാൽ ഒരു പക്ഷേ ഇദ്ദേഹത്തിന് ഇത്രയും വിഷമം തോന്നാനുള്ള കാരണം കുറച്ചും കൂടി മനസ്സിലാക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നവ്യ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നവ്യക്ക് മോണാക്ടിൽ 1ാം സ്ഥാനം കിട്ടിയപ്പോൾ നവ്യയുടെ അച്ഛൻ തന്നെ ഓടി വന്ന് സാറിനെ കൂട്ടിക്കൊണ്ടുവന്നു എന്നൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിൽക്കണം, ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യയുടെ അച്ഛൻ അന്ന് ഈ ഗുരുവിന് നല്ല ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ആ കുട്ടി വലിയ സിനിമാ നടയായപ്പോൾ അയാൾക്ക് പണ്ടത്തെ പരിഗണന ഒന്നും ഇവർ കൊടുത്തില്ല. ഒരുപക്ഷെ അതായിരിക്കും ഇദ്ദേഹത്തെ ഇത്രക്കും വേദനിപ്പിച്ചത്. ഇത് തന്നെയാണ് ഈ സംഭവത്തിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗമായി എനിക്ക് തോന്നിയത്. കാരണം ഒരാളെ നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കുന്നത് ഒരുപക്ഷെ അയാൾക്ക് വിഷമം തോന്നിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഒരിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിട്ട് പരിഗണിച്ചിട്ട് പിന്നീട് പൂർണ്ണ അപ്രസക്തനായിട്ടുള്ള ഒരാളാക്കി മാറ്റുമ്പോഴാണ് ആ മാറ്റം കൂടുതൽ വേദനിപ്പിക്കുക. ഇവിടെയും ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം സംഭവിച്ചത്. എന്തായാലും ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ചും കൂടി ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതും കൂടി കേട്ടേച്ച് നമുക്ക് നിർത്താം. ഇപ്പൊ രായ് സാർ വന്ന് നവ്യയുടെ അച്ഛൻ, ഈ രായ് സാറിന് അടുത്തടുത്ത് പറയാൻ കാര്യം എന്താ, പുള്ളിയാണ് ഇച്ചിരി സ്ട്രിക്റ്റാണ്. പുള്ളി വന്നിട്ടും ഒരു 500 രൂപ എൻ്റെ വെച്ചു ഇരിക്കട്ടെ, വണ്ടിക്കുള്ളിൽ ഇരിക്കട്ടെ സാറേ, നാളെ കോമ്പറ്റീഷൻ അല്ലേ, അവിടെ വെച്ച് നമുക്ക് കാണാമെന്നും പറഞ്ഞു പോയി. 500 രൂപ മേടിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ ഇവിടെ ബസ്സേറി ഇവിടെ വന്നത്. എനിക്ക് പോകണ്ടേന്ന് എൻ്റെ മനസ്സിൽ 100 വട്ടം ചിന്ത. പിന്നെ ഞാൻ ഓർത്ത് എന്താണെന്ന് പറയാം, ഞാൻ വെളുക്കുന്നവരോടൊക്കെ പോയിട്ട് വെളുപ്പാലോട്ട് കുട ഉടക്കണ്ടല്ലോ, ഇവിടെ വരെ എത്തിച്ചല്ലേ. അതുകൊണ്ട് പിറ്റേന്ന് ഞാൻ എറണാകുളത്ത് പോയി മത്സരം കഴിഞ്ഞ് റിസൾട്ട് വന്നു ഫസ്റ്റ്. അപ്പോഴെനിക്ക് സന്തോഷം കൊണ്ട് നമുക്കവിടെ മറ്റൊന്നുമില്ലല്ലോ ചിന്ത. ഇപ്പം ഞാൻ രാജസ്ഥാനത്തൊക്കെ പറഞ്ഞേ ഫസ്റ്റ് നമ്പിക്ക സാറേ, പത്രക്കാർ പറയുന്ന ഒരു ഫോട്ടോ നമ്പിയായിട്ട് വേണമെന്ന്. അതിൻ്റെ കാര്യമൊന്നുമില്ല, സാർ മാത്രം പോയി എടുത്താൽ മതി. അയ്യോ. അപ്പം ഞാൻ അന്ന് 5ാം ക്ലാസ്സിൽ വെച്ച് എന്നെ ഓടിച്ചിട്ട് പിടിക്കായിരുന്നു, നമ്പിയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ്. ഇപ്പൊ നേരെ തിരിച്ചായി. ഇപ്പം നമ്പിക്ക് ഫസ്റ്റ് കിട്ടിയ പറഞ്ഞ് അതിൻ്റെ കാര്യമൊന്നുമില്ല, സാറുമായിട്ട് ഒറ്റയ്ക്ക് എടുത്തോളാം അല്ലേ, എടുത്തോളാം. അതാണ്. പിന്നെ അതിന് ശേഷം ഈ നിമിഷം വരെ നമ്പിയെ ഞാൻ വിളിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല, എന്നെയും വിളിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. തന്റെ ശിഷ്യയുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പോലും സമ്മതിച്ചില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അന്നത്തെ ആ ഒരു ദിവസത്തോടു കൂടി നവ്യയുമായിട്ടുള്ള ബന്ധം അവസാനിച്ചു എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗുരുക്കന്മാർക്ക് അവർ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഗുരുക്കന്മാരാണെങ്കിലോ തിരിച്ചും പല കാര്യങ്ങൾക്കും ഒരു അവകാശം പോലെയാണ് സമീപിക്കാറുള്ളത്. ഒരു കാര്യത്തിൽ തന്റെ ശിഷ്യ തനിക്ക് നൽകിയിരുന്ന പ്രാധാന്യം വലിയ നിലയിലെത്തിയപ്പോൾ തനിക്ക് നൽകുന്നില്ല എന്നുള്ളത് തന്നെയായിരിക്കണം ഇദ്ദേഹത്തെ ഫീലാക്കിയത്. പക്ഷെ നവ്യയെ നമുക്കിതിൽ പൂർണ്ണമായി കുറ്റം പറയാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം നവ്യ ചെറിയ കുട്ടിയാണ്. പെട്ടെന്ന് സിനിമയുടെ ലോകത്തേക്ക് എത്തിപ്പെടേണ്ടി വരുന്നു. നിറയെ സിനിമകൾ വരുന്നു, ലൊക്കേഷനിൽ നിന്നും ലൊക്കേഷനുകളിലേക്ക് സഞ്ചരിക്കേണ്ടി വരുന്നു, തിരക്കോട് തിരക്കാണ്. സോ നവ്യക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ കഴിഞ്ഞോളുന്നില്ല. എന്നാൽ പിന്നീട് വേണമെങ്കിൽ ഇദ്ദേഹത്തെ ഒന്ന് വിളിക്കുകയോ കാണാൻ ശ്രമിക്കുകയോ ചെയ്യാമായിരുന്നു എന്ന് മാത്രം. അല്ലാതെ എല്ലാ കാര്യത്തും നവ്യ ഇദ്ദേഹത്തെ ഓർത്തിരിക്കണം എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം, ഒരു ഗുരു എന്ന നിലയ്ക്ക് അലപ്പിയാൽ ഈ ബന്ധം വലിയ വില ഉണ്ടായിരിക്കും. പക്ഷെ അതേ വിലയും നവ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കണമെന്ന് നമുക്ക് നിർബന്ധിച്ച് പറയാൻ പറ്റൂലല്ലോ. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ കണ്ടിട്ടുള്ള കാര്യമാണ്, ഒരാൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരിക്കും, പക്ഷെ അവരുടെ ജീവിതത്തിൽ നമ്മൾ അത്ര പ്രധാനപ്പെട്ട ആളായിരിക്കണമെന്നില്ല. അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ആ വ്യക്തിക്ക് വേണ്ടി ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുമ്പോൾ. ഇവിടെയും അലപ്പി സുദർശന്റെ വിഷമം അതായിരിക്കാം. അദ്ദേഹം നവ്യയെ ചെറുപ്പം മുതൽ പഠിപ്പിച്ചു, നവ്യയുടെ കഴിവ് തിരിച്ചറിഞ്ഞു, മത്സരങ്ങൾക്ക് തയ്യാറാക്കി, അതിൽ വിജയം കണ്ടു. പിന്നീട് ആ കുട്ടി സിനിമയിൽ പോയി വലിയൊരു നടിയായി മാറുന്നതും കണ്ടു. സ്വാഭാവികമായിട്ടും ആ ബന്ധത്തിന് ഒരു തുടർച്ച ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം. പക്ഷെ നവ്യയുടെ ജീവിതം മറ്റൊരു വഴിക്ക് പോയി. അവിടെ സിനിമയുണ്ട്, പഠനമുണ്ട്, കുടുംബമുണ്ട്, പുതിയ ബന്ധങ്ങളുണ്ട്,
പുതിയ ലോകമുണ്ട്. ആ തിരക്കിനിടയിൽ പഴയ പല ബന്ധങ്ങളും പോയിട്ടുണ്ടാകാം. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ഒരു ബന്ധം ഒരാൾക്ക് എത്ര പ്രധാനമാണോ അതേ പ്രധാനം തന്നെ അപ്പുറത്തുള്ള ആൾ നൽകണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റൂലല്ലോ. ഇനി ഇതിൽ നവ്യയുടെ ഭാഗം കൂടി കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കഥ പൂർണ്ണമായേനെ. കാരണം നമ്മളിപ്പോ കേട്ടത് ഒരു വശം മാത്രമാണ്. നവ്യ മനഃപൂർവ്വം വന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയതാണോ, അതല്ലെങ്കിൽ അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു, അതുമല്ലെങ്കിൽ നവ്യയുടെ അച്ഛന്റെ തീരുമാനങ്ങളാണോ ഇതിന് പിന്നിൽ, അതുമല്ലെങ്കിൽ കാലം കഴിഞ്ഞു പോയപ്പോൾ സ്വാഭാവികമായിട്ടും ബന്ധം അകന്നു പോയതാണോ എന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അലപ്പി സുദർശന്റെ വാക്കുകൾ കേട്ട് നവ്യ തെറ്റുകാരിയാണ് എന്ന് വിധിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു ശിഷ്യൻ വലിയ നിലയിൽ എത്തിയതിനു ശേഷം ഗുരുവിനെ ഓർക്കേണ്ടത് ഒരു ഉത്തരവാദിത്വമാണോ, അതോ അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.